നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കമന്റായിട്ട് വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാറുണ്ട്. ഇതിനു മുമ്പും ഏതാനും വീഡിയോകൾ തരത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ മാസവും അത്തരത്തിലൊരു വീഡിയോ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നു. പ്രേക്ഷകർ ഇപ്പോഴും നിരവധിയായിട്ടുള്ള ചോദ്യങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതാനും ചില ചോദ്യങ്ങൾക്ക്, പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് വീഡിയോയിലിട്ട് നേരിട്ട് കിടക്കാം. ഓരോ നക്ഷത്രക്കാരും അറിയേണ്ടതെല്ലാം എന്നുള്ള വീഡിയോയുടെ രണ്ടാം ഭാഗവും പൂർത്തിയായി കഴിഞ്ഞു. ഓരോ നക്ഷത്രത്തിലും ജനിച്ച സ്ത്രീകളുടെ വിശേഷ സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വീഡിയോകൾ ചെയ്തു വരികയാണ്. അതേപോലെ തന്നെ ഇനി ഓരോ നക്ഷത്രത്തിലും ജനിച്ച വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകൾ ഉടൻ തന്നെ വരുന്നതാണ്. അതിനുശേഷം ഓരോ രാശിയുടെയും വിശേഷ ഫലങ്ങളെ വളരെ ഗംഭീരമായി പ്രതിപാദിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവർ കാണുക. ഓരോ നക്ഷത്രക്കാരും അറിഞ്ഞിരിക്കേണ്ട ആരും പറയാത്ത രഹസ്യം എന്നുള്ള എന്റെ വീഡിയോകൾക്ക് നിരവധിയായിട്ടുള്ള കമന്റുകൾ വരാറുണ്ട്. നല്ല അഭിപ്രായം പറഞ്ഞുകൊണ്ട് വരുന്ന അത്തരം കമന്റുകളൊക്കെ പ്രോത്സാഹനജനകമാണ്. എല്ലാ കമന്റുകളും ഞാൻ വായിക്കുന്നില്ല. നിങ്ങളുടെ അറിവിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയിക്കാൻ സാധിക്കുന്ന പ്രതികരണങ്ങൾക്ക് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ മറുപടി പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കമന്റിലേക്ക് നമുക്ക് പോകാം. ഡോറിൻ ജെറി എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് ID കിടക്കുന്നത്. ആ വ്യക്തിയുടെ ചോദ്യത്തെ ഒന്ന് വായിക്കാം. സാർ, ഞാനൊരു ക്രിസ്ത്യൻ വിശ്വാസിയാണ്. പക്ഷേ പലതവണ ശിവലിംഗവും ശിവഭഗവാനെയും സ്വപ്നം കാണുന്നു. ഒരു തവണ നാഗകന്യക എന്നെ കൊത്താൻ വരുന്നതായും ശിവൻ അത് തടയുന്നതായിട്ടും ഒക്കെ സ്വപ്നം കണ്ടു. ഇതിന്റെയൊക്കെ അർത്ഥം എന്തെന്ന് എനിക്കറിയില്ല. ഒന്ന് പറഞ്ഞു തരാമോ പ്ലീസ് എന്നാണ് ചോദ്യം. സ്വപ്നങ്ങളെ കുറിച്ച് നിരവധിയായിട്ടുള്ള വീഡിയോകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി അതിവിശാലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പിന്നെയും ഓരോരുത്തർ സംശയം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 120ഓളം സ്വപ്നങ്ങളും അതിനുള്ള ഉത്തരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ഞാൻ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. ഉടൻ തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീഡിയോകളൊക്കെ ഏകദേശം ഒരു മാസത്തേക്കൊക്കെ അഡ്വാൻസ് പോസ്റ്റ് ചെയ്യുകയാണ് എന്റെ പതിവ്. അതുകൊണ്ട് തന്നെ 1-2 മാസം എടുത്തേക്കാം. ഇപ്പോൾ എടുക്കുന്ന വീഡിയോ ഒക്കെ ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ 1-2 മാസമൊക്കെ എടുക്കാറുണ്ട്. എന്നിരുന്നാലും 1-2 മാസത്തിനുള്ളിൽ തന്നെ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. നമുക്ക് ഈ സഹോദരൻ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി പറയാം. ഇത് നിങ്ങളുടെ പൂർവ്വജന്മത്തെ പ്രതിനിധീകരിക്കുന്ന സ്വപ്നങ്ങളാണ് കാണുന്നത്. ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, സ്വപ്നങ്ങൾ എന്നത് ഉപബോധ മനസ്സിന്റെ ഒരു പ്രഹേളികയാണ്. നമ്മളുടെ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരത്തിൽ സ്വപ്നങ്ങളെ വിശദീകരിക്കേണ്ടത്. എന്റെ ഉള്ളിലിരിക്കുന്ന, നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ആ ബ്രഹ്മം അത് തന്നെയാണ് പരബ്രഹ്മം. പൂർണ്ണമത പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ എന്ന നമ്മളുടെ ഉപനിഷത്ത് ശ്ലോകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണം എന്നത് ബ്രഹ്മമാണ്. ആ പൂർണ്ണത്തിൽ നിന്ന് ഓരോ ചെറിയ പൂർണ്ണങ്ങളായിട്ട് നമ്മളെ വേർപെടുത്തി ഈ ഭൂമിയിൽ എത്തിച്ചിരിക്കുന്നു. അതും പൂർണ്ണമാണ്, ഇതും പൂർണ്ണമാണ്. അത് തന്നെയാണ് ആ ശ്ലോകത്തിൽ ഉദ്ദേശിക്കുന്നത്. അതായത് പരബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്ന അതേ ചൈതന്യം തന്നെയാണ് എന്നിലും നിങ്ങളിലും ഒക്കെ ഉള്ളത്. അപ്പൊ അതായത് പരബ്രഹ്മവുമായിട്ട്, സുപ്രീം സോളുമായിട്ട് നമുക്കെല്ലാവർക്കും കണക്ഷൻ ഉണ്ട് എന്നർത്ഥം. നമ്മൾ അത് തിരിച്ചറിയുന്നില്ല എന്ന് മാത്രം. പൂർവ്വജന്മങ്ങൾ പലതും കടന്നിട്ടായിരിക്കാം നാം ഈ ജന്മത്തിലേക്ക് വന്നത്. അത്തരത്തിലുള്ള പൂർവ്വജന്മത്തിന്റെ ഓർമ്മകൾ സാധാരണ ഒരു വ്യക്തിക്ക്, സാധാരണ ചിന്താശേഷിയുള്ള ഒരു വ്യക്തിക്ക് അസാധ്യമാണ്. എന്നാൽ അത് ഉപബോധ മനസ്സിലോ അബോധ മനസ്സിലോ ചിലപ്പോൾ നമ്മളിലേക്ക് എത്തിയെന്ന് വരാം. അതാണ് നാം സ്വപ്നത്തിലൂടെ കാണുന്നത്. ഒരുപക്ഷെ ഉപബോധ മനസ്സ് വരാൻ പോകുന്ന സംഭവങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പായിട്ടും സ്വപ്നങ്ങളെ തരാറുണ്ട്. ഇത് 2 രീതിയിലും നമുക്ക് വ്യാഖ്യാനിക്കാം. എന്നാൽ ഈ ഒരു കാര്യം നിങ്ങളുടെ പൂർവ്വജന്മത്തെ അടിസ്ഥാനമാക്കിയുള്ള കാര്യങ്ങളെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പൂർവ്വജന്മത്തിൽ ഒരു പക്ഷേ ശിവ ഉപാസകനായിരുന്നിരിക്കാം, സർപ്പദംശനം ഏറ്റിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതിൽ നിന്ന് ഭഗവാൻ രക്ഷിച്ചിട്ടുണ്ടാകാം. ആ സംഭവങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ സ്വപ്നങ്ങളായി തെളിഞ്ഞു വരിക. അത് ഈ ജന്മത്തിലെ വരാൻ പോകുന്ന കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ മനസ്സിലേക്ക് എത്തിയത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സർപ്പദോഷത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ്. സർപ്പദോഷമുണ്ടോ എന്ന് ജാതകം പരിശോധിച്ചതിന് ശേഷം അതിനുള്ള പരിഹാരത്തെ ചെയ്യുക. എന്തായാലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾക്കൊക്കെ നല്ല ഫലങ്ങളാണ് പൊതുവെ കിട്ടാറുള്ളത്. അതൊരു പക്ഷേ നമുക്ക് വരാൻ പോകുന്ന ദോഷത്തിന്റെ ഒരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഭഗവാൻ രക്ഷപ്പെടുത്തുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അത് തന്നെ നമുക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള സംഗതിയാണ്. അടുത്തത് ജയശ്രീ ബാലൻ എന്നുള്ള ഐഡിയിൽ നിന്നൊരു ചോദ്യമാണ്. പുലയുള്ളപ്പോൾ ഒഴിഞ്ഞിടാമോ എന്നുള്ളതാണ്. നാണയം ഒഴിഞ്ഞിടുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരിക്കാം പറയുന്നത്. പുലയുള്ള
പുലയുള്ളപ്പോൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചുള്ള വീഡിയോയ്ക്കാണ് കമന്റായിട്ട് വന്നിരിക്കുന്നത്. പുലയുള്ളപ്പോൾ ഒഴിഞ്ഞിടുക എന്ന് പറയുന്നത് പലതരത്തിലുണ്ട്. അതായത് ക്ഷേത്രത്തിൽ നാണയങ്ങൾ ഒഴിഞ്ഞിടുക, അതല്ല നമ്മളുടെ ദൃഷ്ടിദോഷങ്ങൾക്കും മറ്റും നാണയം ഒഴിഞ്ഞു മാറ്റി വയ്ക്കുക, അത് പിന്നീട് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോവുക. അതല്ലാതെ കുരുമുളക്, വെളുത്തുള്ളി പോലെയുള്ള നമ്മുടെ പൂർവികർ അനുവർത്തിച്ചിരുന്ന ചില ദൃഷ്ടിദോഷ ശമനത്തിനുള്ള എളിയ മാർഗങ്ങൾ, ഇവയൊക്കെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇവയൊക്കെയുമാകാം. എന്നാൽ പുലയുള്ളപ്പോൾ ക്ഷേത്രത്തിലേക്ക് കൊടുക്കാനുള്ള വസ്തുക്കളൊന്നും ഒഴിഞ്ഞു മാറ്റി വയ്ക്കാതിരിക്കുക. എന്നാൽ കുരുമുളക്, വെളുത്തുള്ളി തുടങ്ങിയ കാര്യങ്ങൾ ദൃഷ്ടിദോഷത്തിനും പ്രാഗ്ദോഷത്തിനും ഒക്കെ ആയിട്ട് നാം ഒഴിഞ്ഞു മാറ്റാറുണ്ട്. അത്തരത്തിൽ ചെയ്യുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. അത് പുലയുള്ളപ്പോഴും വാലായ്മയുള്ളപ്പോഴും ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കേണ്ട ഒരു കാര്യത്തെ പുലവാലായ്മകളും ഉള്ളപ്പോൾ ഒഴിഞ്ഞു വയ്ക്കാതിരിക്കുക. പാമ്പിനെ രക്ഷിക്കുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് എന്ന് ഒരു വ്യക്തി ചോദിച്ചിട്ടുണ്ട്. ട്രൂത്ത് സീക്കർ എന്നാണ് ആ വ്യക്തിയുടെ ID. പാമ്പിനെ രക്ഷിക്കുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അത് തീർച്ചയായിട്ടും നല്ല ഫലത്തിൽ തന്നെയാണ് തരുന്നത്. നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ ഇത്തരത്തിൽ ചെയ്യാനുണ്ട് എന്നുള്ളതിന്റെ സൂചന തന്നെയാണ്. നല്ല പ്രചോദനം തരുന്ന ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്. ആ കമന്റുകൾക്കെല്ലാം എന്റെ വിനീതമായിട്ടുള്ള നന്ദി, നമസ്കാരം. വിവാഹം നടക്കുമോ, ജാതകത്തിലെ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ജാതകം പൂർണ്ണമായിട്ട് നോക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർ നേരിട്ട് ബന്ധപ്പെടുക. വിഷ്ണു പ്രമീള എന്നുള്ള ഐഡിയിൽ നിന്നും പഴുതാരെ ശുചിമുറിയിൽ കണ്ടാലുള്ള ഫലത്തെ ചോദിച്ചിട്ടുണ്ട്. അത് പഴുതാരയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം ഊഹിക്കാവുന്നതാണ്. അത് നെഗറ്റീവായിട്ടുള്ള ഫലത്തെയാണ് വരാൻ പോകുന്ന കലഹത്തിന്റെ സൂചനയായിട്ട് പറയാം. അലീസ സൈറ്റ്സ് എന്നുള്ള ഒരു ഐഡിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. കൈവിറ മാറാനുള്ള മുദ്രയുണ്ടോ എന്നുള്ളതാണ്. അത്തരത്തിൽ ചെയ്യേണ്ട മുദ്രകളെ കുറിച്ച് ഞാൻ തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യുന്നതാണ്. പാർക്കിൻസൺ രോഗത്തിന് പോലും നമ്മളുടെ ശാസ്ത്രങ്ങളിൽ മുദ്രകൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഫലപ്രദമാണ്. ഞാൻ 1-2 പേർക്ക് അത് ഉപദേശിച്ചിട്ട് അവർക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായതായിട്ട് കണ്ടിട്ടുമുണ്ട്. അത്തരം ഒരു വീഡിയോ ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. MK ദാസ് എന്നൊരു വ്യക്തി മൂർഖൻ പാമ്പ് ബെഡിൽ കിടന്നാലുള്ള ഫലത്തെ ചോദിച്ചിട്ടുണ്ട്. സ്വപ്നത്തിലാണോ അതോ യഥാർത്ഥ ജീവിതത്തിലാണോ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. യഥാർത്ഥ ജീവിതത്തിലാണെങ്കിൽ വളരെ മോശമാണ് താങ്കളുടെ സമയം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്ഭുതം കൊണ്ട് മാത്രമായിരിക്കാം രക്ഷപ്പെട്ടത്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ ചെയ്യുക. സ്വപ്നത്തിലാണ് അത് കണ്ടത് എങ്കിൽ പേടിക്കേണ്ട കാര്യങ്ങളില്ല. പക്ഷെ എന്നാൽ സർപ്പദോഷമുണ്ട്, സർപ്പങ്ങൾക്കുള്ള വഴിപാട് മുടങ്ങിയിട്ടുണ്ട് എന്നാണ് അർത്ഥം. എത്രയും വേഗം സർപ്പങ്ങൾക്കുള്ള വഴിപാടുകൾ ചെയ്യുക. ജയശ്രീ K എന്നുള്ള ഐഡിയിൽ നിന്ന് മുടികൊഴിച്ചിലിനുള്ള മുദ്രയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഞാൻ മുടികൊഴിച്ചിലിന് വേണ്ടിയിട്ടുള്ള മുദ്രകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്നിരുന്നാലും ആ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകം ഒരു വീഡിയോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പലരും വീണ്ടും കരിങ്കാലിമാലയുടെയും മറ്റും വില ചോദിക്കുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്തവരാണ് ആ വിഷയങ്ങൾ ചോദിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വീഡിയോ മുഴുവനായിട്ട് കാണുക. എന്നിരുന്നാൽ മാത്രമേ അതിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. വീഡിയോ കാണാതെ ഇത്തരത്തിലുള്ള ബാലിശമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. സുരേന്ദ്രൻ TN എന്നൊരു വ്യക്തി ബുദ്ധിക്ക് കുറവുള്ള കുട്ടികൾ ചെയ്യേണ്ട മുദ്രയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ 3 വീഡിയോകൾ അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. മുദ്രകളെ കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതാണ്. എല്ലാവർക്കും അത് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എല്ലാ ദിവസവും ഒരു 4-5 മുദ്രകൾ നിത്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങൾ എൻ്റെ മനസ്സിനും ശരീരത്തിനും ഉണ്ട്. നിങ്ങളും മുദ്രാ വിജ്ഞാനം പ്രയോജനപ്പെടുത്തുക. ഞാൻ ചെയ്തിട്ടുള്ള മുദ്രകളെല്ലാം ചേർത്തുകൊണ്ട് പഴയ വീഡിയോകൾ ഒരു ലൈവായിട്ട് വീണ്ടും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ശനി ഞായറോ ദിവസങ്ങളിൽ ഞാനത് ലൈവ് പ്രീമിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അപ്പോൾ പ്രയോജനപ്പെടുത്താം. അതുകൂടാതെ ഈ ചോദിച്ച 3 വിഷയത്തിലും പ്രത്യേകമായിട്ട് വീഡിയോയും ചെയ്യുന്നതാണ്. സീമ P എന്നൊരു ഐഡിയിൽ നിന്ന് വന്ന തൃക്കേട്ട നക്ഷത്രത്തെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള കാര്യത്തിൽ വീഡിയോയിലെ ഉള്ളടക്കത്തെ കുറിച്ച് വളരെ അഭിനന്ദനം പറഞ്ഞുകൊണ്ട് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. വളരെ നന്ദിയുണ്ട്. ഇത്തരത്തിലുള്ള പ്രോത്സാഹനങ്ങളാണ് നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹിതാഹരി എന്നൊരു ഐഡിയിൽ നിന്ന് ചിതാഭസ്മം 1 വർഷത്തോളം വീട്ടിൽ വെച്ച് വിളക്ക് കത്തിച്ച്
അതിനുശേഷം വാർഷിക ശ്രാദ്ധത്തോടനുബന്ധിച്ച് ജലത്തിൽ ഒഴിക്കുന്നത് എന്തെങ്കിലും ദോഷമുണ്ടോ എന്നാണ് ചോദിച്ചത്. ഒരു വർഷത്തോളം മാത്രമേ ചിതാഭസ്മമായാലും അസ്ഥിയായാലും വെക്കാനുള്ള വിധി നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഒരു വർഷത്തിലധികം ഒരു കാരണവശാലും അത് വെക്കാനായിട്ട് പാടില്ല. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പലർക്കും ഇത് വേണ്ട രീതിയിൽ നോക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ പരമാവധി നേരത്തെ ഇത് ചിതാഭസ്മമായാലും അസ്ഥിയായാലും നിമഞ്ജനം ചെയ്യുക എന്നാണ് എൻ്റെ അഭിപ്രായം. വീഡിയോയ്ക്കകത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഒരുപക്ഷെ അത് വിട്ടുപോയതാകാം. ഇനിയും ഒരുപാട് കമന്റുകളുണ്ട്. എല്ലാത്തിനും മറുപടി പറയുക അസാധ്യമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലെ നിങ്ങളുമായിട്ട് സംവദിക്കാൻ അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ശുഭദിനം.